സംഘകാലഘട്ടത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സംഘകാലഘട്ടത്തിലെ കേരളത്തെക്കുറിച്ചിട്ട്. കേരളം അന്നില്ല. അപ്പോൾ കേരളം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ചേര കിങ്സ് ആയിരുന്നു ഭരിച്ചിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ 10 ആസ്പദമാക്കിയിട്ടാണ് 10 ചേര രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ 10 അടിസ്ഥാനമാക്കിയിട്ട് 9 ചേര രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ 10ാമത്തെ കിങ്ങിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ എനിക്ക് 10 ഭാഗം മിസ്സായിപ്പോയതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവരിൽ കുറച്ച് പേർ മാത്രമേ സിംഹാസനാരോഹണം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം തന്നെ യുവരാജാക്കന്മാരായിട്ട് കഴിയുകയായിരുന്നു ചെയ്തിരുന്നത്. 10 ആദ്യത്തെ 6 പത്തുകൾ ഉദിയൻ ചേരലിനെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ശേഷിക്കുന്ന 3 പത്തുകൾ എന്ന് പറയുന്നത് ചെൽവക്കൊടുംകോവിനെയും അദ്ദേഹത്തിൻ്റെ ഒരു പുത്രനെയും ആ പുത്രൻ്റെ മകനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. അതാണ് ചെൽവക്കൊടുംകോവാഴിയാതൻ, പിന്നെ പെരും ചേരൽ ഇരുമ്പുറൈ, ഇളം ചേരൽ ഇരുമ്പുറൈ. പിന്നെ ലാസ്റ്റ് ഭാഗം പറയുന്നത് യാനേക്കാൽ ചെയ്മാന്തരൻ ചേരനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, കാരണം ആ ഭാഗം മിസ്സായി പോയിട്ടുണ്ട്. മറ്റ് സംഘം കൃതികളിൽ പറയുന്ന അന്തുവൻ ചേരൽ എന്ന രാജാവ് ചെൽവക്കൊടുംകോവിൻ്റെ പിതാവാണ് കേട്ടോ. ചെൽവക്കൊടുംകോവിൻ്റെ പിതാവാണ് അന്തുവൻ ചേരൽ എന്ന് പറഞ്ഞിട്ടുള്ള ചേര കിങ്. അമരാവതി തീരത്തെ കരുവൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. കൊങ്ങുനാട് പിടിച്ചതിന് ശേഷം മാത്രമേ ചേരന്മാർക്ക് കരുവൂരിൽ എത്താൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കരുവൂരേറിയ ഓൾവാർക്കോ പെരും ചേരൽ ഇരുമ്പുറൈ എന്ന് വിളിക്കപ്പെടുന്ന രാജകുമാരനായിരിക്കണം കരുവൂർ പിടിച്ചടക്കിയത്. അദ്ദേഹം അന്തുവൻ ചേരൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം അന്തുവൻ ചേരൽ കരുവൂർ വസിക്കുന്നതായി പുറനാനൂറിലെ ഒരു പാട്ടിൽ മുടമോജിയാർ പറയുന്നുണ്ട്. അന്തുവൻ ചേരലിനെയും അദ്ദേഹത്തിൻ്റെ ശാഖയിൽപ്പെട്ട മറ്റു 3 ആളുകളും ഉദിയൻ ചേരലാതൻ്റെ മകനായിട്ടുള്ള നെടും ചേരലാതൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെയും സമകാലികന്മാരാണെന്ന് കരുതാവുന്നതാണ്. അങ്ങനെ ഉദിയൻ ചേരലും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും പൗത്രന്മാരും ചേരവംശത്തിൻ്റെ ഒരു ശാഖയിലും അന്തുവൻ ചേരലും അദ്ദേഹത്തിൻ്റെ പൗത്രന്മാരും മറ്റൊരു ശാഖയിലും പെട്ടിരുന്നു എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ആദ്യത്തെ ശാഖയെ വാനവരമ്പൻ ശാഖ എന്നും രണ്ടാമത്തേതിനെ ഇരുമ്പുറൈ ശാഖ എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വാനവരമ്പൻ ശാഖയിലുള്ളത് ഉദിയൻ ചേരലാതൻ, അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള നെടും ചേരലാതൻ, പല്യാനൈ ചെൽക്കെഴു കുട്ടുവൻ, നാർമുടി ചേരൽ വേൽക്കെഴു കുട്ടുവൻ. ഈ വേൽക്കെഴു കുട്ടുവനാണ് ചേരൻ ചെങ്കുട്ടുവൻ എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ ബ്രദറാണ് ഈ നമ്മൾ പറയുന്ന ഇളംകോവടികൾ എന്നും പറയുന്നുണ്ട്. പിന്നെ അടുത്തതാണ് ആടുകോട് പാട്ടുചേരലാതൻ. ഇരുമ്പുറൈ ശാഖയിൽ അന്തുവൻ ചേരൽ അദ്ദേഹത്തെക്കുറിച്ചിട്ട് 10 പറഞ്ഞിട്ടില്ല. ചെൽവക്കൊടുംകോവാഴിയാതൻ, പെരും ചേരൽ ഇരുമ്പുറൈ, ഇളം ചേരൽ ഇരുമ്പുറൈ. പിന്നെ യാനേക്കാൾ ചെയ്മാന്തരൻ ചേരൽ ഇരുമ്പുറൈ. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് 10ാം ഭാഗത്തിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടായിരിക്കാം പറഞ്ഞിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഭാഗം മിസ്സിംഗ് ആണ്. മേൽ പറഞ്ഞ രാജാക്കന്മാരിൽ ഉദിയൻ ചേരലാതൻ, നെടും ചേരലാതൻ, വേൽക്കെഴു കുട്ടുവൻ എന്നിവർ മാത്രമേ രാജാക്കന്മാരായിട്ട് ദീർഘകാലം ഭരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു വേള ചെൽവക്കൊടുംകോയും ഇളം ചേരൽ ഇരുമ്പുറയും 2-3 വർഷത്തേക്ക് യഥാക്രമം വേൽക്കെഴു കുട്ടുവനും മുൻപും പിൻപുമായിട്ട് രാജ്യഭരണം നടത്തിയിട്ടുണ്ടായിരിക്കാം എന്നും കരുതപ്പെടുന്നു. മറ്റുള്ളവരെല്ലാം നാടുവാഴുന്ന രാജാക്കന്മാരെ സഹായിക്കുന്ന യുവരാജാക്കന്മാരായിരുന്നു. അവർ ഭരണത്തിലും യുദ്ധത്തിലും രാജാവിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഉദിയനും അന്തുവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവർ സഹോദരന്മാരാണ് എന്ന് കരുതാൻ പറ്റും. അതുപോലെ തന്നെ നെടും ചേരലാതൻ്റെ ഭാര്യ സഹോദരിയെയാണ് ചെൽവക്കൊടുംകോ വിവാഹം കഴിച്ചത്. ഇതും അവർ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് ചേര കിങ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ സംഘകാല കൃതികളിൽ നിന്നും മറ്റ് ചില ചേര രാജാക്കന്മാരെ കുറിച്ചിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ആളാണ് യാനൈക്കട്ട് ചെയ്മാന്തരൻ ചേരൽ. ആനയുടേത് പോലെയുള്ള നോട്ടമായിരിക്കാം അദ്ദേഹത്തിന് യാനൈക്കട്ട് ചെയ് എന്ന ബിരുദം നൽകി കൊടുത്തത്. മാന്തരൻ ചേരൽ ഇരുമ്പുറൈ എന്നുള്ളത് ഇരുമ്പുറൈൻ്റെ മകനും അദ്ദേഹത്തിന് ശേഷം നാടുവാണ രാജാവും ആയിരുന്നിരിക്കണം. 10 നഷ്ടപ്പെട്ട 10ാമത്തെ ഭാഗം ഇദ്ദേഹത്തെക്കുറിച്ചാണ് എന്ന് കരുതപ്പെടുന്നു. ചേര സാമ്രാജ്യത്തിൻ്റെ രാജ്യഭദ്രത അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. മാന്തരൻ ചേരലിൻ്റെ ഭരണം വേൽക്കെഴു കുട്ടുവൻ്റെ കാലത്തെ പോലെ കിഴക്കു കൊല്ലിമല വരെയും പടിഞ്ഞാറ് തൊണ്ടി, മാന്തി എന്നീ ദേശങ്ങൾ വരെയും വ്യാപിച്ചിരുന്നു. വിളങ്കിൽ എന്ന സ്ഥലത്ത് ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം വിജയിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. തലയാലങ്കാനം യുദ്ധം കൊണ്ട് പ്രസിദ്ധനായി തീർന്നിട്ടുള്ള നെടുംചെഴിയൻ എന്ന പാണ്ഡ്യ രാജാവ് മാന്തരൻ ചേരലിനെ തടവുകാരനാക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹം ഇയാളുടെ
പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ യാനൈക്കൽ ഷെയ് മാന്തരൻ ചേരലിൻ്റെ കാലഘട്ടത്തിലാണ് ചേര സാമ്രാജ്യം ശിഥിലമാവാൻ തുടങ്ങുന്നത്. കണൈക്കാൽ ഇരുമ്പൊറൈ എന്ന മറ്റൊരു ചേര രാജാവ് മൂവൻ എന്ന നാടുവാഴിയെ തോൽപ്പിക്കുകയും മൂവൻ എന്ന് പറഞ്ഞിട്ടുള്ള നാടുവാഴിയുടെ പല്ലുകൾ പിഴുതെടുത്ത് തൊണ്ടിയുടെ കോട്ടവാതിലിൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു എന്ന് കവിതകളിൽ പറയപ്പെടുന്നുണ്ട്. ചെങ്കണാൻ എന്ന ചേര രാജാവ് തടവുകാരനായി പിടിച്ചപ്പോൾ അദ്ദേഹം അപമാനഭീതി കൊണ്ട് നിരാഹാരവ്രതത്താൽ ജീവൻ ഉപേക്ഷിച്ചതായിട്ട് പറയുന്നുണ്ട്. വഞ്ചിയിലെ മറ്റൊരു ചേര രാജാവായിരുന്നു പാലൈ പാടിയ പെരും കടുംകോ. ഈ കടുംകോ എന്ന് പറഞ്ഞാൽ മഹാരാജാവ് എന്നുള്ള അർത്ഥമാട്ടോ. കോ എന്ന് പറയുന്നത് രാജാവ് എന്നുള്ള അർത്ഥമാണ്. പ്രതിഭാശാലിയായ ഒരു കവി കൂടിയായിരുന്നു പാലൈ പാടിയ പെരും കടുംകോ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് എന്ന് പറയപ്പെടുന്നു. തൊണ്ടിയിലെ കോത്തൈ മാർപ്പൻ തുടങ്ങിയ സംഘം കൃതികളിൽ പരാമർശിക്കപ്പെടുന്ന അപ്രശസ്തനായിട്ടുള്ള ചില രാജാക്കന്മാർ വേറെയുണ്ടായിരുന്നു ചേര കിങ്ഡത്തിൽ. അവർ പ്രത്യേക പരിഗണനയൊന്നും അർഹിക്കുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി അവരുടെ വഞ്ചിമുതൂർ എന്ന് പറഞ്ഞിട്ടുള്ള രാജധാനിയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒന്നാം ചേര സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ രാജധാനി വഞ്ചിമുതൂർ ആയിരുന്നു. അതെവിടെയാണെന്ന് ചേര ചരിത്രത്തിലെ കൗതുകകരമായിട്ടുള്ളൊരു വിവാദ വിഷയമാണ്. ചേര തലസ്ഥാനത്തെക്കുറിച്ചിട്ട് വഞ്ചി, കരവൂർ, അതാണ് കാരൂർ എന്നീ പേരുകൾ സംഘം കൃതികളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലും കാരൂർ എന്ന പേരുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ചേര തലസ്ഥാനമായിട്ടുള്ള വഞ്ചിയെ പ്രതിഷ്ഠിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്. തിരുച്ചിറപ്പള്ളിയിലെ അമരാവതി തീരത്തുള്ള കരൂരാണ് വഞ്ചിയെന്ന് VR രാമചന്ദ്ര ദീക്ഷിതർ, KA നീലകണ്ഠ ശാസ്ത്രി തുടങ്ങിയ ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില പ്രാചീന ശാസനങ്ങളിൽ കൊങ്ങുനാട്ടിലെ കരൂരിനെ വഞ്ചി എന്ന് പരാമർശിച്ചതായിട്ടും മറ്റും ഈ വാദത്തിന് അവർ എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ്. ചേരന്മാർ അവരുടെ രാജ്യവിപുലീകരണം ആരംഭിച്ചിട്ടുള്ളത് കുട്ടനാട്ടു നിന്നായിരുന്നുവെന്നും കൊങ്ങുനാടും കരൂറും പിന്നീടാണ് അവർ അധീനതയിലായത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ചരിത്രപരമായ ഈ തെളിവ് തിരുച്ചിറപ്പള്ളിയിലെ കരൂരിനെ നിഷേധിക്കുന്നുണ്ട്. വഞ്ചി കൊങ്ങുനാട്ടിലാണെന്ന വാദത്തിനെതിരാണ് പ്ലിനിയെയും ടോളമിയെയും പോലുള്ള യവന ലേഖകന്മാർ നൽകുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തെളിവുകൾ കാണിക്കുന്നത്. പ്ലിനി മുസിരിസിനെ കുറിച്ചിട്ട് പറയുന്നത് ചേര രാജ്യത്തിൻ്റെ ആസ്ഥാനം എന്ന നിലയ്ക്കാണ്. നദീമുഖത്തിന് 2 മൈൽ അകലെയാണ് കേരബോത്രാസിൻ്റെ ഭരണകേന്ദ്രം എന്ന് പെരിപ്ലസുകാരൻ പറയുന്നുണ്ട്. കേരബോത്രാസിൻ്റെ രാജധാനിയായിട്ടുള്ള കരൂരയെക്കുറിച്ചിട്ട് പറയുന്ന ടോളമി ആ നഗരത്തിൻ്റെ അക്ഷാംശ രേഖാംശവും നൽകുന്നുണ്ട്. അവ മുസിരിസിൻ്റേതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ട് അദ്ദേഹം നൽകുന്ന തെളിവുകൾ രാജധാനി മുസിരിസിന് അടുത്ത് ഉള്ളോട്ട് മാറിക്കിടക്കുന്ന ഒരു നഗരമാണെന്ന് വ്യക്തമായിട്ട് തെളിയിക്കുന്നുണ്ട്. കരൂരയും മുസിരിസും തൊട്ടു കിടക്കുന്ന 2 പ്രദേശങ്ങളായതിനാൽ യവന ലേഖകന്മാർ ഇവ രണ്ടായിട്ട് കണക്കാക്കിയിരുന്നില്ല. 2 ചേര രാജ്യത്തിൻ്റെ തലസ്ഥാനമാണെന്ന് അവർ കണക്കാക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുസിരിസിനടുത്ത് തന്നെയാണ് ചേര തലസ്ഥാനമായ വഞ്ചി എന്ന് നിശ്ചയിക്കാൻ അനുകൂലമായിട്ടുള്ളതാണ് സംഘകാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള തമിഴ് കൃതികളിൽ നിന്നും ലഭിക്കുന്ന തെളിവുകൾ. സിലപ്പതികാരത്തിലെ നായികയായ കണ്ണകി മധുരയിൽ നിന്ന് വഞ്ചിയിലേക്ക് വന്നത് സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ കടന്നായിരുന്നു. സിലപ്പതികാരത്തിൻ്റെ വ്യാഖ്യാതാവായിട്ടുള്ള ഇളംകോവടികൾ കരൂരെന്നും വഞ്ചിയെന്നും പ്രയോഗിക്കപ്പെടുന്നതിന് ഒന്നിനു പകരം മറ്റൊന്നാകാം എന്ന മട്ടിലാണ് 2 പേരും പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയാൽ തന്നെ ചേര തലസ്ഥാനമായിട്ടുള്ള വഞ്ചി മുസിരിസിനടുത്താണ് എന്ന വാദത്തിന് ഉറപ്പുവരുത്താൻ തെളിവുകളുണ്ട്. ഏതായാലും ചേര തലസ്ഥാനം തമിഴ്നാട് സംസ്ഥാനത്ത് ആയിരുന്നില്ല എന്ന് കരുതപ്പെടാം. പ്രാചീന ചേര രാജധാനിയായ വഞ്ചി കൊടുങ്ങല്ലൂരിനും ഇരിങ്ങാലക്കുടയ്ക്കും ഇടക്കായിരിക്കാനാണ് സാധ്യതയെന്ന് മലയാളത്തിലെ കോക്ക സന്ദേശവും തമിഴിലെ തക്കയാക പരണിയും സൂചിപ്പിക്കുന്നുണ്ട്. സംഘകാലഘട്ടത്തിലെ ജീവിതവും സംസ്കാരവും എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഭരണ സമ്പ്രദായത്തെക്കുറിച്ചിട്ട് നോക്കുമ്പോൾ സംഘം കാലഘട്ടത്തിലെ ഭരണ സമ്പ്രദായത്തെക്കുറിച്ചിട്ടും വിശദമായിട്ടുള്ള വിവരണം നമുക്ക് നൽകുന്നത് സംഘകാല കൃതികളിൽ നിന്നും തന്നെയാണ്. രാജവാഴ്ചയിൽ അധിഷ്ഠിതമായിരുന്നു അന്നത്തെ രാജ്യഭരണം എന്ന് പറയുന്നത്. ചോള പാണ്ഡ്യ രാജാക്കന്മാരെ പോലെ ചേര രാജാക്കന്മാരും മക്കത്തായം അനുസരിച്ചായിരുന്നു ഭരണാധികാരം ഏറ്റുപോന്നിരുന്നത്. സംഘകാലത്ത് മരുമക്കത്തായം ഇല്ലായിരുന്നുവെങ്കിലും ആ വിധമൊരു സംസ്കാരത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇഷ്വാക്കുക്കളെ അഥവാ ആന്ധ്ര വൃദ്ധന്മാരെ പോലെ ചേരന്മാർ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ സ്വന്തം പേരുകളോട് ചേർത്തിരുന്നു. പ്രതാപത്തിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് രാജാവ് എന്ന് പറയുന്നത്. വിലപ്പെട്ട കല്ലുകൾ പതിച്ച പൊന്നിൻ കിരീടമായിരുന്നു രാജാവ് അണിഞ്ഞിരുന്നത്. രാജാവിനെ കോൻ, കടുംകോ എന്ന് പറയുന്നത് മഹാരാജാവ് എന്ന അർത്ഥത്തിലാണ് എന്നിങ്ങനെയെല്ലാം വിളിച്ചിരുന്നു. തകടൂർ എറിന്ത പെരും ചേരൽ, വാനവരമ്പൻ എന്നിങ്ങനെയുള്ള
അവരുടെ നേട്ടത്തെയോ വിശിഷ്ട ഗുണങ്ങളെയോ ആസ്പദമാക്കിയിട്ടുള്ള ബിരുദങ്ങൾ ചേർത്തല്ലാതെ അവർ പേരുകൊണ്ട് മാത്രം രാജാവിനെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. എറിന്ത എന്ന് പറഞ്ഞാൽ നശിപ്പിച്ച എന്നുള്ള അർത്ഥമാണ്. വാനവരമ്പൻ ദേവാനാം പ്രിയൻ അഥവാ ദേവന്മാർക്ക് പ്രിയപ്പെട്ടവൻ, പിന്നെ വാനം വരമ്പാക്കിയവൻ എന്നും പറയപ്പെടുന്നുണ്ട്. രാജ്ഞിക്ക് പ്രത്യേകം ബഹുമാന്യ പദവികളുണ്ടായിരുന്നു. മതപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും രാജാവിനോടൊപ്പം രാജ്ഞിയും വരാറുണ്ടായിരുന്നു. പെരും തേവി പട്ടമഹിഷി എന്നാണ് ബഹുമാനപൂർവ്വം രാജ്ഞിയെ വിളിച്ചിരുന്നത്. ബഹുഭാര്യത്യം സാധാരണമായിരുന്നുവെങ്കിലും ബഹുഭർത്തൃത്വത്തെക്കുറിച്ചിട്ടുള്ള സംഘകാല കൃതികളിൽ പറഞ്ഞു കാണുന്നില്ല കേട്ടോ. വിധവകൾ ചില സന്ദർഭങ്ങളിൽ സതി അനുഷ്ഠിക്കുക പതിവായിട്ടുള്ള കാര്യമായിരുന്നു. ദക്ഷിണ കേരളത്തിലെ ആയി ആണ്ടിരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ ഉടന്തടി ചാടിയത് ഇതിനുദാഹരണമാണ്. സതി അനുഷ്ഠിച്ച സ്വാതിമാരുടെ പട്ടടകളിൽ സ്ഥാപിച്ച സ്മാരകശിലകളാണ് കേരളത്തിലെ പലയിടങ്ങളിലും കാണപ്പെടുന്ന പുലച്ചിക്കല്ലുകൾ. സ്വേച്ഛാധിപതികളായിരുന്നു ചേര കിങ്സ് എന്ന് പറയുന്നത്. അവരുടെ സ്വേച്ഛാധിപത്യം ആചാരക്രമങ്ങളാലും മന്ത്രിമാരുടെയും വിദ്വാൻമാരുടെയും ഉപദേശങ്ങളാലും നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു. പ്രജാഹിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാപ്രഭുത്വം എന്ന് പറയാം. പ്രജകളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു രാജാവ് പ്രവർത്തിച്ചിരുന്നത്. പ്രജകൾക്ക് തുല്യമായിട്ടുള്ള നീതിയും സംരക്ഷണവും നൽകിയിരുന്നു. എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെയും പ്രീതിയും ആദരവും രാജാവ് നേടിയെടുത്തിരുന്നു. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തെയും സുരക്ഷിതത്വത്തെയും സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും രാജാവിൽ അർപ്പിച്ചിരുന്നു. ചാൻഡോർ മെയ്മറൈ നല്ല രക്ഷാകവചമായുള്ളവൻ, പൂഴിയർ മെയ്മറൈ പൂഴി നാട്ടുകാർക്ക് രക്ഷാകവചമായുള്ളവൻ എന്നൊക്കെ കവികൾ അവരെ പ്രശംസിച്ചിരുന്നു. ജനങ്ങൾക്ക് അനുകരണീയമായ ഉത്തമ മാതൃകകളായിരിക്കവണ്ണമായിരുന്നു രാജാക്കന്മാർ. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ തത്വങ്ങളിൽ ഉറച്ചു നിന്നവരായിരുന്നു. അവർ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കുകയും അപ്പോൾ തന്നെ പരിഹാരം കാണുകയും ചെയ്തിരുന്നു. ഇത് കൊട്ടാരത്തിലെ ദൈനംദിന പരിപാടിയായിരുന്നു. രാജാക്കന്മാർക്ക് ഭൂമിയിൽ നിന്നും വ്യവസായത്തിൽ നിന്നും നികുതി മാർഗങ്ങൾ അനവധിയായിട്ട് ലഭിച്ചിരുന്നു. ഭൂമിയുടെ ഉൽപ്പന്നങ്ങളുടെ എത്ര ഭാഗമായിരുന്നു രാജാവിന് നൽകിയിരുന്നത് എന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ആഭ്യന്തര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന നികുതിക്ക് പുറമെ തുറമുഖങ്ങളിലെ കയറ്റുമതി നികുതിയും അതുപോലെ തന്നെ മറ്റു നികുതികളും ഒക്കെ ഖജനാവിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചിരുന്നു. പടയോട്ടങ്ങളിൽ ശത്രു രാജ്യങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുന്ന ധനവും രാജകീയ ഭണ്ഡാരത്തെ സമ്പുഷ്ടമാക്കിയിരുന്നു. ചേര രാജാക്കന്മാരുടെ ഭരണത്തിൽ ആഭ്യന്തര സമാധാനത്തിന് വളരെ വലിയ രീതിയിലുള്ള ഏർപ്പാടുകൾ നടത്തിയിരുന്നു. രാത്രിയിൽ പെരുവഴികളിൽ പന്തമേറി റോന്തു ചുറ്റുന്ന കാവലാളുകൾ ജനജീവിതത്തിന് സുരക്ഷിതത്വം നൽകിയിരുന്നു. കള്ളക്കടത്ത് തടയപ്പെട്ടിരുന്നു. തടവായിരുന്നു സാധാരണ നൽകിയിരുന്ന ശിക്ഷ. നാടുകളിൽ യുദ്ധമുണ്ടാകുമ്പോൾ പൊതുജനങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നത് ചേര രാജാക്കന്മാരുടെ പ്രധാന കർത്തവ്യങ്ങളിൽ ഒന്നായിരുന്നു. പരാക്രമശാലിയായ സേനാനികളായിരുന്നു സംഘകാലത്തെ രാജാക്കന്മാർ. അവർക്ക് സുസജ്ജമായിട്ടുള്ള രീതിയിൽ ചതുരംഗ സേനകളുണ്ടായിരുന്നു. യുദ്ധത്തിൽ കുതിരപ്പട ഉണ്ടായിരുന്നു. കുതിരപ്പടക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായതിനെക്കുറിച്ചിട്ട് സംഘം കൃതികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പാഴി യുദ്ധത്തിൽ നന്ദനോട് ഏറ്റുമുട്ടിയ ആയ് എയ്നന് 1-ാം തരം കുതിരപ്പട ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നത് ഇതിന് തെളിവാണ്. ചേരന്മാർക്ക് കപ്പൽ സൈന്യവും ഉണ്ടായിരുന്നു. നെടുംചേരലാതൻ്റെയും വേൽക്കഴു കുട്ടുവൻ്റെയും പരാക്രമണങ്ങൾ അവർക്ക് നല്ലൊരു നാവികസേന ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ്. കവിതാലോകത്ത് കപിലർക്കുള്ള അജയ്യമായ ആധിപത്യം ചേരക്കപ്പലുകൾക്ക് അലകടലിലുള്ള ആധിപത്യങ്ങൾക്ക് തുല്യമാണ് എന്ന് ഒരു കവി പറഞ്ഞിരിക്കുന്നുണ്ട് പുറനാനൂറിൽ. ചേര നാവിക ശക്തിയെക്കുറിച്ചിട്ട് വളരെ വലിയ ഒരു പദവിയാണ് അവർക്കുണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അമ്പും വില്ലും വേലും വാളുമായിരുന്നു പടയാളികളുടെ ആയുധങ്ങൾ. പരിചകളെക്കുറിച്ചിട്ടും പരാമർശിക്കുന്നുണ്ട്. വേൾപ്പട, വാൾപ്പട, വിൽപ്പട എന്നിങ്ങനെ പല വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു കാലാൾപ്പടയ്ക്ക്. കാവൽ കാടുകളെ ചുറ്റപ്പെട്ട കിടങ്ങുകളെയും വലിയ കോട്ടകളെയും സംഘം കൃതികളിൽ വർണ്ണിച്ചിട്ടുണ്ട്. പറ മുഴക്കിയും ശംഖ് വിളിച്ചുമാണ് യുദ്ധത്തിൽ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് കൊറ്റവൈ എന്ന സമരദേവതയെ അവർ പൂജിച്ചിരുന്നു. അക്കാലത്തെ സ്ത്രീകൾ സമരവീര്യത്തിൽ പുരുഷന്മാരുടെ പിറകിലായിരുന്നില്ല. പടവെട്ടുന്ന വീരന്മാരെ വീര്യമാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് സ്ത്രീകൾ വഹിച്ചിരുന്നു. അവർക്ക് നേരിട്ട് പോർക്കളത്തിൽ ചെന്ന് പടയാളികളിൽ ആവേശം വളർത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പടയിൽ വീരചർമ്മം പ്രാപിച്ച് മരിച്ച ഏതൊരാൾക്കും വലിയ ബഹുമതിയായിരുന്നു ലഭിച്ചിരുന്നത്. വീട്ടിൽ കിടന്ന് വെറുതെ മരിക്കുക എന്നുള്ളത് ഒരു നാണക്കേടായിരുന്നു അന്ന് കണ്ടിരുന്നത്. പോരിൽ മരിക്കുന്ന വീരന്മാരുടെ ഓർമ്മയ്ക്കായിട്ട് കല്ലുകൾ അവിടെ നാട്ടിയിരുന്നു. ഇതാണ് വീരക്കല്ലുകൾ എന്ന് പറയുന്നത്. യുദ്ധത്തിൽ എല്ലായ്പ്പോഴും രാജാവ് ആനപ്പുറത്തേറി നേരിട്ടാണ് സൈന്യങ്ങളെ നയിച്ചിരുന്നത്. രാജാവ് വധിക്കപ്പെട്ടാൽ സമരം അതോടെ അവസാനിക്കുമായിരുന്നു. അദ്ദേഹത്തെ പിന്തുടർന്ന് അംഗരക്ഷകന്മാരും പ്രിയപ്പെട്ട സേനാനായകന്മാരും ജീവൻ വെടിയുക എന്നുള്ളത്
വളരെ സാധാരണമായിട്ടുള്ള കാര്യമായിരുന്നു എന്ന് അകനാനൂറിൽ പറയുന്നുണ്ട് കേട്ടോ. കീഴടക്കിയ രാജ്യം തരിശ് ആയിട്ടിടുകയും ജനങ്ങളിൽ ഭീതി വളർത്താൻ വേണ്ടി നഗരങ്ങൾ ചുട്ടിരിക്കുകയും ചെയ്യുന്ന പതിവ് അവിടെ ഉണ്ടായിരുന്നു. ഇത് തോൽക്കാപ്പ്യത്തിൽ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പല ആചാരങ്ങളും ഏർപ്പാടുകളും അവിടെ നിലനിന്നിരുന്നു. രാജാക്കന്മാർക്ക് തുല്യമായ പ്രതാപവും പദവിയുമുള്ള പ്രതിയോഗികളെ പരാജയപ്പെടുത്തുന്നത് വലിയ ബഹുമതിയായിട്ടാണ് കരുതിയിരുന്നത്. ഒരു രാജാവിന് 7 രാജാക്കന്മാരെ തോൽപ്പിച്ചാൽ അധിരാജ പദവി നേടാൻ സാധിച്ചിരുന്നു. അധിരാജൻ പരാജിതരായ 7 രാജാക്കന്മാരുടെ കിരീടങ്ങളിലെ രത്നങ്ങൾ കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കി അണിയുമായിരുന്നു. ആനകളെ കൊണ്ട് ശത്രുക്കളുടെ കോട്ടവാതിലുകൾ പൊളിപ്പിക്കുക അക്കാലത്ത് വളരെ പതിവായിട്ടുള്ള കാര്യമായിരുന്നു. ശത്രുക്കളുടെ ആയുധം മുതുകിലേൽക്കുക എന്നുള്ളത് വളരെയധികം അപമാനമായിരുന്നു പോരാളികൾക്ക്. വെണ്ണി യുദ്ധത്തിൽ കരികാല ചോളൻ്റെ ആയുധം മുതുകിലേറ്റത് കൊണ്ടാണ് ഉദിയൻ ചേരലാതൻ കയ്യിൽ ഒരു വാളും ഏന്തിയിട്ട് വടക്കേ ദിക്കും നോക്കി. അതിനെ വടക്കിരിക്കൽ എന്നാണ് പറയുന്നത്. നിരാഹാര വ്രതമനുഷ്ഠിച്ച് മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതിനാണ് വടക്കിരിക്കൽ എന്ന് പറയുന്നത്. യുദ്ധത്തിൽ രാജാവോ സേനാനായകനോ വധിക്കപ്പെട്ടാൽ ഉടൻ യുദ്ധം നിർത്തി കുരവൈക്കൂത്ത് എന്ന യുദ്ധനൃത്തം നടത്തുകയായിരുന്നു. യുദ്ധരംഗത്തെ മറ്റു 2 നൃത്തരൂപങ്ങളാണ് തുണങ്കൈക്കൂത്തും അമലയും. കുരവൈക്കൂത്തിലും തുണങ്കൈക്കൂത്തിലും നർത്തകിമാർ, അവരെ വിറലികൾ എന്നാണ് പറയുന്നത്, അവരുണ്ടായിരുന്നു. അമലയിൽ അവർക്ക് പങ്കില്ലായിരുന്നു. പരാജിതനായ രാജാവിനെ അമ്പെ മാനഭംഗപ്പെടുത്തിയിരുന്നു അവർ. തോറ്റ രാജാവിൻ്റെ കിരീടം കൊണ്ട് കാൽത്തലയുണ്ടാക്കി ജയിച്ച രാജാവ് അണിയുമായിരുന്നു. കീഴടക്കപ്പെട്ട ശത്രുവിൻ്റെ ആണകളുടെ കൊമ്പടർത്തിക്കൊണ്ട് ജയിച്ച രാജാവ് കട്ടിലുണ്ടാക്കുകയായിരുന്നു. ഓരോ രാജാവും സ്വന്തം അധികാരത്തിൻ്റെ പ്രതീകമായി ഒരു പ്രത്യേക മരം, അതിനെയാണ് കാവൽ മരം എന്ന് പറയുന്നത്, അത് വെച്ച് പിടിപ്പിച്ചിരുന്നു. അപ്പോൾ രാജാവ് യുദ്ധത്തിൽ തോറ്റാൽ അയാളുടെ കാവൽ മരം മുറിച്ചു മാറ്റുമായിരുന്നു. തോറ്റ രാജാവിൻ്റെ പല്ലുകൾ പിഴുതെടുത്ത് കോട്ടവാതിൽക്കൽ പ്രദർശിപ്പിച്ചതായിട്ടും കവിതകളിൽ കാണുന്നുണ്ട്. കവികൾ, ഗായകർ, നൃത്തക്കാർ, വാദ്യക്കാർ എന്നിവർ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ മരണഭീതിമന്യേ സഞ്ചരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. യോദ്ധാക്കളെയും രാജാക്കന്മാരെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. എതിരാളികളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നെല്ലാം പുറംനാനൂറിൽ പറയുന്നുണ്ട് കേട്ടോ. സംഘകാല ജീവിതത്തിൻ്റെ സവിശേഷതയായിരുന്നു കവികൾക്കും വിദ്വാൻമാർക്കും രാജകൊട്ടാരത്തിൽ വളരെ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു എന്നത്. രാജാവ് അവർക്ക് പരിപൂർണമായിട്ടുള്ള സംരക്ഷണം നൽകിയിരുന്നു. ആസ്ഥാന കവികളുടെ നേർക്ക് രാജാക്കന്മാർ പുലർത്തിപ്പോന്ന ഔദാര്യത്തിൻ്റെ കഥകൾ കൊണ്ടാണ് സംഘകാല കാവ്യങ്ങൾ കാണിക്കപ്പെടുന്നത്. രാജകീയ പുരസ്കർത്താക്കൾ അവരുടെ കവിതകൾക്ക് ആനകളെ പോലും നൽകിയിട്ടുണ്ടായിരുന്നു. മറ്റ് സമ്പത്തുകളും വളരെ വലിയ രീതിയിൽ കവികൾക്കും മറ്റുള്ളവർക്കും ലഭിച്ചിരുന്നു. കവികൾക്ക് കൊട്ടാരത്തിൽ വിരുന്ന് നൽകിയിരുന്നു രാജാക്കന്മാർ. കവികൾ, പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഗായകർ, നർത്തകർ തുടങ്ങിയവർക്ക് ഏതവസരത്തിലും കൊട്ടാരത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. രാജാവിനും പ്രജകൾക്കും തമ്മിൽ അകൽച്ച വളരെ കുറവായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഓപ്പണായിട്ട് രാജാവിനെ കാണാൻ പറ്റുമായിരുന്നു, സംസാരിക്കാനും പറ്റുമായിരുന്നു. കുറുനീല മന്നർ എന്നറിയപ്പെടുന്ന ചെറുകിട രാജാക്കന്മാരുടെ ആസ്ഥാനങ്ങൾ മലമുടികളായിരുന്നു. ഏതാനും മലകളും അവയുടെ താഴ്വാരങ്ങളും ഗ്രാമങ്ങളും അടങ്ങിയതായിരുന്നു ഈ കുറുനീല മന്നർ എന്നറിയപ്പെടുന്ന ചെറുകിട രാജാക്കന്മാരുടെ രാജ്യങ്ങൾ. കുതിരമലയ്ക്കുടയവൻ, പാഴിമല മന്നൻ, പറമ്പുമലയരജൻ എന്നിങ്ങനെ ആ രാജാക്കന്മാർ തങ്ങളുടെ മലകളുടെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാരിയുടെ വകയായിരുന്നു പറമ്പുമല. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. ഈ പറമ്പുമലയുടെ പ്രതിരോധത്തിൽ മഹാകവിയായിട്ടുള്ള കപിലരും പങ്കെടുക്കുകയുണ്ടായിരുന്നു. ആ മല ചേര, ചോള, പാണ്ഡ്യന്മാർ ആക്രമിച്ചപ്പോൾ ചെറുത്തു നിന്നവരെ ആവേശം കൊള്ളിക്കുകയും എതിരാളികളെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിരുന്ന രീതിയിൽ അദ്ദേഹം ഗാനങ്ങൾ രചിച്ചിരുന്നു. കവിത. സംഘകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമായിരുന്നു മന്റം എന്നുള്ളത്. ഓരോ ഗ്രാമത്തിനും ഉണ്ടായിരുന്നു അതിൻ്റേതായിട്ടുള്ള മന്റങ്ങൾ. മന്റത്തിലെ ആലിൻ ചുവട്ടിലോ മറ്റോ സമ്മേളിക്കുന്ന ഗ്രാമവൃദ്ധന്മാരുടെ സമിതി ഗ്രാമീണർക്കിടയിലെ തർക്കങ്ങളും വഴക്കുകളും പറഞ്ഞു തീർത്തിരുന്നു. ഇമാതിരി ഗ്രാമ സമ്മേളന സ്ഥലം മന്നം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം മന്നം എന്ന പേരിൽ ഇത് കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അന്നുണ്ടായിരുന്നത് മൻറ്റോ ആണ്, ഇപ്പം മന്നോ ആണ്, മന്നം. ഇനി സാമൂഹ്യ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഒരു വികസനത്തിന് ആവശ്യമായ അടിസ്ഥാന ഘടകങ്ങൾ സംഘകാലത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് സമൂഹം സമുദായങ്ങളായും ജാതികളായും വിഭജിക്കപ്പെട്ടിരുന്നില്ല. രൂക്ഷമായ ജാതി വ്യത്യാസമോ സാമൂഹികമായിട്ടുള്ള വേർതിരിക്കലോ അന്ന് ഉണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ജനങ്ങൾ സാമൂഹികമായിട്ട് സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും കഴിഞ്ഞുകൂടിയിരുന്നു. അധ്വാനത്തിൻ്റെ അന്തസ്സ് അംഗീകരിക്കപ്പെട്ടിരുന്നു. തൊഴിലിൻ്റെ നിലവാരമനുസരിച്ച് ജനങ്ങളെ സാമൂഹികമായിട്ട് താഴ്ന്നവർ, ഉയർന്നവർ എന്ന് തരം തിരിച്ചിരുന്നില്ല. പാണർ, കുറവർ, പറയർ, വേടർ തുടങ്ങിയ സമുദായങ്ങളെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ബഹുമാനപൂർവ്വമാണ് പരിഗണിച്ചിരുന്നത്. പരിപൂർണമായ വിദ്യാഭ്യാസത്തിന്
അവർക്കും അവകാശമുണ്ടായിരുന്നു. പാണന്മാർ ബുദ്ധിപരവും സാംസ്കാരികപരവുമായിട്ടുള്ള സിദ്ധികളിൽ ബ്രാഹ്മിൺസിനെയും അതിശയിപ്പിച്ചിരുന്നു. പരണർ, കപിലർ തുടങ്ങിയ സംഘകാല മഹാകവികൾ പാണന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇളംകുളം കുഞ്ഞൻപിള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള കേരളം 5ഉം 6ഉം നൂറ്റാണ്ടുകളിൽ എന്ന ഗ്രന്ഥത്തിലെ പേജ് 204 അവർ പാണന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നത് കേട്ടോ. ഇത് തെറ്റായാലും ശരിയായാലും ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ട് തമിഴ് പഠിച്ച് കവിത എഴുതിയ ബ്രാഹ്മിൺസ് ആയിരുന്നില്ല എന്ന കാര്യം തീർച്ചയാണ്. പാണന്മാരും മറ്റും ബഹുമാനത്തോടും സൽക്കാര കൗതുകത്തോടും കൂടിയാണ് പാണന്മാരെയെല്ലാം രാജാക്കന്മാർ കൊട്ടാരങ്ങളിലേക്ക് സ്വാഗതം ചെയ്തിരുന്നത്. പാണന്മാരെ സംരക്ഷിക്കുന്നത് ചേര രാജാക്കന്മാരുടെ കർത്തവ്യങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കിയിരുന്നു. പ്രാചീന സംഘകാലത്ത് തീണ്ടലും തൊടിയിലും കേരളീയ സമുദായത്തിൽ അറിയപ്പെട്ടിരുന്നു പോലുമില്ല. ചാതുർവർണ്ണ്യം അന്ന് കേരളത്തിൽ രൂപം കൊണ്ടിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീകൾക്കുണ്ടായിരുന്ന ഉന്നത പദവി പ്രാചീന സംഘകാലത്തെ സാമൂഹ്യ ജീവിതത്തിൽ ശ്രദ്ധാർഹമായിട്ടുള്ളൊരു സവിശേഷതയാണ്. പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും സ്ത്രീകൾ അനുഭവിച്ചിരുന്നു. എല്ലാ സാമൂഹ്യ വിനോദങ്ങളിലും അവർ പങ്കെടുത്തിരുന്നു. ഉയർന്ന തോതിൽ നിലനിന്നിരുന്ന വനിതാ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിരിക്കാം പല കവയത്രികളും സംഘകാലത്തുണ്ടാകാൻ കാരണം. അക്കാലത്ത് ഏറ്റവും മികച്ച കവയത്രിയായിരുന്നു AD 500 ജീവിച്ചിരുന്ന ഔവ്വയാർ. ശൈശവ വിവാഹം പ്രാചീന സംഘകാലത്ത് നിലവിലുണ്ടായിരുന്നില്ല. വിധവാ വിവാഹം വളരെ പതിവായിട്ടുള്ള കാര്യമായിരുന്നു. കാമുകി കാമുകന്മാർ രഹസ്യമായിട്ട് നടത്തിപ്പോന്ന ഗാന്ധർവ വിവാഹങ്ങൾ പ്രചാരമുണ്ടായതായിട്ട് സംഘകാല പല പ്രേമഗാനങ്ങളും തെളിയിക്കുന്നുണ്ട്, കാവ്യങ്ങളും. മാതാപിതാക്കൾ നിശ്ചയിക്കുന്ന ഭർത്താക്കന്മാരെ ഇഷ്ടപ്പെടാത്ത യുവതികൾ ഒളിച്ചോടിപ്പോകുന്ന പല സന്ദർഭങ്ങളും സംഘകാല കവിതകളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിരാശനായ കാമുകൻ തൻ്റെ തീവ്ര പ്രേമത്തെ തെരുവീതിയിൽ പ്രഖ്യാപിച്ചുകൊണ്ട് മരണം വരെ പരസ്യമായിട്ട് നിരാഹാര വ്രതമനുഷ്ഠിക്കുന്ന ഒരു സംഭവം മടലേറൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. മടലേറൽ എന്നറിയപ്പെടുന്ന പ്രേമ നിരാഹാര സത്യാഗ്രഹമായിരുന്നു ഇത്. പനമടൽ കൊണ്ടുണ്ടാക്കിയ പൊയ്ക്കുതിരമേലാണ് ഇവർ അങ്ങനെ നിരാഹാരം ഭരിച്ചിരുന്നത്, മരണനിരാഹാരം അനുഷ്ഠിച്ചിരുന്നത്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട പല ചടങ്ങുകളും സംഘം കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. വിവാഹ ശേഷം ചിലമ്പു കഴി നോമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇതനുസരിച്ച് വധു വിവാഹ ദിവസം വരെ ധരിച്ചിരുന്ന കാൽത്തള മാറ്റിയിട്ട് വരൻ നൽകുന്ന കാൽത്തള ധരിക്കും. ഇതിനെയാണ് ചിലമ്പു കഴി നോമ്പ് എന്ന് പറയുന്നത്. അതുപോലെ താലി കെട്ടുന്ന സമ്പ്രദായം അന്നുണ്ടായിരുന്നില്ല. പെൺപണം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. വധുവിൻ്റെ മാതാപിതാക്കൾക്ക് വരൻ പണമോ മറ്റ് ഗിഫ്റ്റോ നൽകുന്ന പരിപാടിയായിരുന്നു ഈ പെൺപണം എന്ന് പറയുന്നത്. ഇത് ഇന്നും കേരളത്തിലെ ഗിരിവർഗ്ഗക്കാർക്കിടയിൽ നടക്കുന്ന കാര്യമാണ്. ബഹുഭാര്യത്വവും വെപ്പാട്ടികളെ സ്വീകരിക്കുന്ന സമ്പ്രദായവും അന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഗണികകളെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട്. സ്ത്രീകളുടെ സന്മാർഗത്തെക്കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന തൊഴിൽ ചെയ്യാനുള്ള അവകാശ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ തുന്നൽ പണിയിലും മറ്റു ചിലർ മീൻ, ഉപ്പ് മുതലായവ വിൽപ്പനയിലും ഏർപ്പെട്ടിരുന്നു. കടകളിലെയും വീടുകളിലെയും ജോലിക്കാരായിട്ടും സ്ത്രീകൾ സേവനമനുഷ്ഠിച്ചിരുന്നു. ഞാറു നടുക, കൊയ്യുക, പൂന്തോട്ടമുണ്ടാക്കുക മുതലായ കൃഷിപ്പണികളിലും അവർ ഏർപ്പെട്ടിരുന്നു. മാല, വള, തള മുതലായവയാണ് സ്ത്രീകൾ സാധാരണയായിട്ട് ധരിച്ചിരുന്നത്. താലി, പുലിപ്പൽ താലി, ഐമ്പടത്താലി, നെറ്റിപ്പട്ടം, മുത്താരം, ചുട്ടി, പൊൽക്കമ്പി, പൊൽക്കാശ്, പൊൽക്കലം, ഐമ്പടത്താലി, വള, കുഴൽ തുടങ്ങിയ ആഭരണങ്ങളെക്കുറിച്ചിട്ട് സംഘകാല കൃതികളിൽ പ്രസ്താവിക്കുന്നുണ്ട്. പരുത്തിമുണ്ടും കമ്പിളി വസ്ത്രങ്ങളും പട്ടും സ്ത്രീകൾ ധരിച്ചിരുന്നു. ഉത്സവ അവസരങ്ങളിൽ അവർ നല്ല ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിച്ചിരുന്നു. മഞ്ചങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾക്ക് വിധവകൾ പോകുമായിരുന്നില്ല. ഇല കൊണ്ടുണ്ടാക്കിയ ഒരു തരം ആടകൾക്ക് അതിൻ്റെ പേരാണ് തഴയുട. അതിന് വളരെ വലിയ രീതിയിൽ പ്രചാരമുണ്ടായിരുന്നു. സംഘകാലത്ത് രാജകുമാരിമാർ പോലും ഇത്തരം തഴയുടകൾ ചാർത്തിയിരുന്നു. വടക്കേ മലബാറിൽ കൊറഗർ എന്ന ഗിരിവർഗ്ഗക്കാർക്കിടയിൽ ഇന്നും ഈ വേഷവിധാനം കാണുന്നുണ്ട്. ചോറായിരുന്നു അന്നത്തെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. അതോടൊപ്പം മീനും ഇറച്ചിയും ഉണ്ടായിരുന്നു. ഊൻ ചോറും നെയ്വൻ ചോറും സാധാരണമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. തൊണ്ടിയിലെ വെളുത്തരിയെയും അതിനടുത്തുള്ള കടലിൽ നിന്നും പിടിച്ച ഐര മീനിനെയും കുറിച്ചിട്ട് തമിഴ് കവികൾ സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹത്തിന് വരുന്ന വിരുന്നുകാർക്ക് നെയ്വൺ ചോറും 1-ാം തരം ആട്ടിറച്ചിയും ചേർത്ത് സദ്യ നൽകിയിരുന്നതായിട്ടും സംഘം കൃതിയായിട്ടുള്ള അകംനാനൂറിൽ പറയപ്പെടുന്നുണ്ട്. കലം, കുടം, കരുങ്കലം, വെള്ളിക്കലം, കള്ളുകുടം, പാന, താലം, മിടാവ് തുടങ്ങിയ പാത്രങ്ങളെക്കുറിച്ചിട്ടും സംഘകാല കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. സമ്പന്നന്മാർ
വെള്ളിപ്പാത്രത്തിലാണ് ആഹാരം കഴിച്ചിരുന്നത്. നാടൻ മദ്യവും വിശേഷ മദ്യവും ആളുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. വിദേശ കപ്പലുകൾ കൊണ്ടുവരുന്ന സുഗന്ധിയായ ശീതള മദ്യം രാജാക്കന്മാർക്ക് വളരെയധികം പ്രിയങ്കരമായിരുന്നു. സാധാരണക്കാർക്ക് പനംകളിനോടായിരുന്നു താല്പര്യം. ഇളയ പനംകരിക്കും ഇളനീരും കരിമ്പിൻ നീരും ചേർത്തുണ്ടാക്കിയ സാമാന്യ ലഹരിയുള്ള മുന്നീർ എന്ന് പറഞ്ഞിട്ടുള്ള പാനീയം സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നു. നെല്ലിൽ നിന്നുണ്ടാക്കുന്ന ഒരുതരം വീര്യമുള്ള മദ്യവും അന്ന് സാധാരണമായിരുന്നു. ഇന്ന് വടക്കേ മലബാറിലെ പറശ്ശിനിക്കടവിലും സമീപ പ്രദേശങ്ങളിലും ഇത്തരം നെല്ല് കൊണ്ടുണ്ടാക്കുന്ന മദ്യം ഉണ്ടാക്കാറുണ്ട്. മദ്യവും മാംസവും ഉപയോഗിച്ചിരുന്ന സംഘകാലത്തെ ബ്രാഹ്മിൻസ് അവർക്ക് സമുദായ ഭ്രഷ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉയർന്ന വർഗ്ഗക്കാരുടെ വിനോദോപാധിയായിരുന്നു സംഗീതവും കവിതയും നൃത്തവും. ഈ കലകളിൽ അവർ ശാസ്ത്രീയമായിട്ടുള്ള വൈദഗ്ധ്യം നേടിയിരുന്നു. പല കവികളും കവയിത്രികളുടെയും ജീവിതം തന്നെ അതായിരുന്നു. രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും പ്രകീർത്തിച്ച് കണ്ട് കവിത എഴുതുക എന്നുള്ളതായിരുന്നു അവരുടെ ജോലി. നായാട്ട്, മൽപ്പിടുത്തം മുതലായ വിനോദങ്ങളിലും ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ആഹ്ലാദപ്രദമായിട്ടുള്ള നൃത്തങ്ങളും അവർ നടത്തിയിരുന്നു. അതുപോലെ തന്നെ അവർ ചുടുകട്ടയും കുമ്മായവും ഉപയോഗിച്ചിട്ടുള്ള വീടുകളിലായിരുന്നു ഉയർന്ന വർഗ്ഗക്കാർ താമസിച്ചിരുന്നത്. പാവപ്പെട്ടവർ വെറും കുടിലുകളിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. രാജകൊട്ടാരങ്ങൾക്ക് മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശകുനത്തിലും ജ്യോത്സ്യത്തിലും വലിയ വിശ്വാസമുള്ളവരായിരുന്നു സംഘകാലഘട്ടത്തിലെ ജനങ്ങൾ. പോർക്കളത്തിൽ വെച്ച് മുറിവേൽക്കുന്ന ഭടന്മാരെ പ്രേതന്മാർ ബാധിക്കുമെന്നും അങ്ങനെ ആയാൽ മരണം തീർച്ചയായിരുന്നു എന്നും അവർ വിശ്വസിച്ചിരുന്നു. മുറിവേറ്റ പടയാളികളുടെ അടുത്ത് യുദ്ധരംഗത്ത് തന്നെ പ്രേതങ്ങളുടെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാര്യമാർ ഉണ്ടായിരിക്കും. ഇതിനെ തോൽക്കാപ്പ്യത്തിൽ തൊടാ കാഞ്ചി എന്നാണ് പറയുന്നത്. മുറിവേറ്റ ഭടനെ വീട്ടിൽ കൊണ്ടുപോയാലും ഭാര്യ അയാളുടെ മുറിയിൽ സുഗന്ധദ്രവ്യങ്ങളും മറ്റും പുകച്ചുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. പ്രേതങ്ങളെ ഒഴിവാക്കുന്നതിന് വേപ്പ് തുടങ്ങിയ ഔഷധ ചെടികൾ തോലടിച്ച് മനയിൽ ചെരുകി വീണ, കുഴൽ തുടങ്ങിയ വാദ്യങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പുറനാനൂറിൽ കാണുന്നുണ്ട്. കാക്ക കരയുന്നത് വിരുന്നുകാരുടെ വരവിനെയും അഴിഞ്ഞ തലമുടിയുമായിട്ട് സ്ത്രീകൾ എതിരെ വരുന്നത് അശുഭ ലക്ഷണത്തെയും സൂചിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇതവരുടെ വിശ്വാസമായിരുന്നു. അവർ നല്ല നേരം നോക്കിയേ മുക്കുവന്മാർ കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ കാലഘട്ടത്തിലെ മതം എന്ന് പറയുന്നത് ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും പ്രത്യേക മതമൊന്നും ഉണ്ടായിരുന്നില്ല. ചില ദ്രാവിഡ ആചാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. AD 500 വരെ അത് തന്നെ ആയിരുന്നു എന്നാണ് എസ് ശ്രീധരൻ മേനോൻ പറയുന്നത്. പൂർവികന്മാരെയും വൃക്ഷങ്ങളെയും അവർ ആരാധിച്ചിരുന്നു. കൊറ്റവൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധദേവത, സമരദേവതയായിരുന്നു പ്രധാനപ്പെട്ട ദേവി എന്ന് പറയുന്നത്. രാജാക്കന്മാരും വേടർ, മറവർ തുടങ്ങിയ സാധാരണക്കാരും കൊറ്റവയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മദ്യവും മാംസവും നൽകിയിരുന്നു. ജനങ്ങളിൽ ഭൂരിഭാഗവും ഈ ദ്രാവിഡ ആചാരങ്ങളായിരുന്നു പിന്തുടർന്നത് എങ്കിലും ജൈന, ബുദ്ധ, ഹൈന്ദവ മതങ്ങൾ സംഘകാലഘട്ടം എന്ന് പറയുന്നത് AD 3-ാം നൂറ്റാണ്ട് വരെയാണ് കേട്ടോ. AD 3-ാമത്തെ നൂറ്റാണ്ടിലാണ് ബുദ്ധ, ജൈന മതങ്ങളൊക്കെ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 5-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്നിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പക്ഷേ 3-ാം നൂറ്റാണ്ടിൽ അവർ വന്നിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ടിലൊക്കെ ആയപ്പോൾ അവർക്ക് വളരെ വലിയ രീതിയിൽ സ്വാധീനം ലഭിച്ചിരുന്നു എന്നുള്ളത് റിയാലിറ്റി ആയിരിക്കാം. അന്നത്തെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വളരെ മികച്ച രീതിയിലായിരുന്നു സംഘകാലം ഉണ്ടായിരുന്നത് എന്ന് സംഘകാല സാഹിത്യം പറയുന്നുണ്ട്. കൃഷിയായിരുന്നു ജനങ്ങളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. വളക്കൂറുള്ള ഭൂമിയിലെ ധാന്യങ്ങൾ നല്ല പോലെ വിളഞ്ഞിരുന്നു. അതുപോലെ ചക്ക, മഞ്ഞൾ, കുരുമുളക് എന്നിവക്ക് പ്രസിദ്ധമായിരുന്നു ചേര രാജ്യം. കൊയ്ത്ത്, മെതി മുതലായവയെക്കുറിച്ചിട്ടുള്ള വർണ്ണനകൾ സംഘം കൃതികളിൽ ലഭിക്കുന്നുണ്ട്. ഭൂമിയുടെ മേൽ സ്വകാര്യാവകാശമാണ് നിലനിന്നിരുന്നത്. അന്നത്തെ നിലയിൽ അത് കാർഷിക അഭിവൃദ്ധിയെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. ഭൂമി സ്വകാര്യ സ്വത്തായിരുന്നുവെങ്കിലും മേച്ചിൽ സ്ഥലങ്ങൾ, തൊഴുത്തുകൾ, വിനോദ സ്ഥലങ്ങൾ മുതലായവ ഓരോ ഗ്രാമത്തിലും പൊതു ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നു. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കാർഷിക ആയുധങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അരിവാൾ, കലപ്പ, നുകം, കോടാലി മുതലായവയെക്കുറിച്ചിട്ട് സംഘകാല കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിപ്പണിയായിരുന്നുവെങ്കിലും മീൻപിടുത്തം, നൂൽപ്പ്, നെയ്ത്ത്, മരപ്പണി, തുകൽപ്പണി മുതലായ ജോലികളെല്ലാം അവർ ചെയ്തിരുന്നു. ഉപ്പുണ്ടാക്കിയിരുന്നു. വണ്ടികളിൽ കയറ്റി വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഉപ്പിനും നെല്ലിനും വളരെ വലിയ രീതിയിലായിരുന്നു സ്ഥാനം ഉണ്ടായിരുന്നത്. അത് രണ്ടിനും ഒരേ വിലയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചരക്കുകളുമായിട്ട് പോകുന്ന കച്ചവടക്കാർ തിരക്കിട്ട് വ്യാപാരം നടത്തിയിരുന്നു. ദീനാരം, കാണ മുതലായ നാണയങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. സാധനങ്ങളുടെ കൈമാറ്റത്തിലൂടെയായിരുന്നു ആഭ്യന്തര വ്യാപാരം അധികവും നടന്നിട്ടുള്ളത്. ബാർട്ടർ സിസ്റ്റമായിരുന്നു കൂടുതലുണ്ടായിരുന്നത് എന്ന് പറയാം. മുസിരിസിൽ നെല്ല് കൊടുത്ത് മീൻ വാങ്ങിയതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം സംഘകാലത്ത് കേരളം വിദേശങ്ങളുമായിട്ട് കുരുമുളകിൻ്റെയും സുഗന്ധദ്രവ്യങ്ങളുടെയും വമ്പിച്ച വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ദന്തം, വിലപ്പെട്ട രത്നം
മുത്തുകളും മറ്റും വലിയ രീതിയിൽ ഇവിടെ നിന്നും കയറ്റി അയച്ചിരുന്നു. അക്കാലത്ത് വാണിജ്യ സംഘടനകൾ അവരുടെ പ്രാകൃത രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. കച്ചവടക്കാർ തങ്ങളുടെ നിർവാഹക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നടത്തിയിരുന്ന വോട്ടുകൾ എണ്ണി നോക്കുന്നതിനെക്കുറിച്ചിട്ടും സംഘം കൃതിയായിട്ടുള്ള അകനാനൂറിൽ പറയുന്നുണ്ട്. അക്കാലത്ത് കേരളത്തിന് വിദേശ രാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംഘകാലത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സ്ഥിതിയെക്കുറിച്ചിട്ട് പറയുമ്പോൾ വിദൂര ഭൂതകാലത്ത് പോലും കേരളീയ ജനതയ്ക്ക് വികസിതമായ നാഗരികതയും സംസ്കാരവും ജീവിത രീതിയും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇതെല്ലാം. താങ്ക്സ് ഫോർ വാച്ചിങ്.